ബൈബിളില് സോളം രാജാവ് ജെറുസലേം പള്ളി സ്വർണം കൊണ്ട് പണിതു. ഞാൻ ഇവിടെ ഈർക്കിളി കൊണ്ട് പുതുക്കാട് പഴയ പള്ളി പണിതു. എത്ര സമയം എടുത്തു? ഒരു 10 വർഷത്തോളം എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഏകദേശം 10 വർഷത്തിലധികം സമയം എടുത്തിട്ട് ഒരു ചേട്ടൻ ഒരു പള്ളി ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ഈർക്കിലി കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടാ. നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പള്ളിയാണ്. എന്തായാലും ഞാൻ നടന്നു കിടന്ന ആ പള്ളിയുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്. ഈർക്കിലി കൊണ്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ ആ പള്ളി ഉണ്ടാക്കിയ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താ? സുനജ് കുമാർ അല്ലേ? വീട് എവിടെയാ? പുതുക്കാട് അല്ലേ? എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ചേട്ടാ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ചേട്ടാ ഈ പള്ളി ഉണ്ടാക്കിയത്. എത്ര സമയം എടുത്തു ചേട്ടാ? ഇത് 2012 നമ്മളിത് ആരംഭം തുടങ്ങിയത്. 2012 ചേട്ടൻ തുടങ്ങി പള്ളി ഈർക്കിലി കൊണ്ട്. എങ്ങനെയാണ് ഈ ഒരു പള്ളി ഇങ്ങനെ ഉണ്ടാക്കാനായിട്ടൊരു ആശയം തോന്നിയത്? അത് എന്റെ മൂത്ത സഹോദരി പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോയി. മടങ്ങി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വന്നിട്ട് ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ഈ പുതുക്കാട് പള്ളി പൊളിക്കാൻ പോവാന്ന്. കേട്ടപ്പോ എന്തോ ഒരു ഷോക്കേറ്റ പോലെയായി. അപ്പൊ ഞാൻ നേരെ ഇവിടെ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തി വെച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ അങ്ങാടിക്ക് പോയിട്ട് അവിടെ കൂട്ടുകാരന്മാരോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോ സത്യം മനസ്സിലായി. അപ്പൊ സങ്കടം തോന്നി മനസ്സിൽ. അപ്പൊ പള്ളിയുടെ മുന്നില് കുറച്ചധികം നേരം അവിടെ നിന്നു. ഇനി ഇത് കാണാൻ പറ്റിയല്ലോ പൊളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കുറച്ചധികം നേരം അവിടെ നിന്നിട്ട് ഞാൻ വെറുതെ നിൽക്കാണ്. ആൾക്കാർ ചോദിക്കില്ല എന്തെങ്കിലും നിൽക്കണത്, എനിക്കറിഞ്ഞൂടാ. ഞാൻ വെറുതെ നിന്നു. അപ്പൊ ദൈവം ഇവിടെ അവിടെ കൊണ്ടു നിർത്തിയ പോലെ ഞാൻ അവിടെ നിന്നു. ഈ പള്ളി ഇപ്പുള്ള പള്ളിയാണ് പൊളിക്കുന്നേക്കാളും മുമ്പുള്ള പള്ളിയാണ്? പൊളിക്കുന്നതിന് മുന്നിലുള്ള പള്ളി. അപ്പൊ ആ പള്ളിയുടെ അതേപോലെ തന്നെയാണ് ഇതിലെല്ലാം, ഒരു മാറ്റമില്ല. ഇല്ല, അത് ദൈവം നമ്മൾക്ക് അതിനൊരു പിക്ചർ നമുക്ക് മനസ്സിൽ പതിപ്പിച്ച് തന്നു. അത് പള്ളിയുടെ ഫ്രണ്ടില് ഞാൻ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിന്റെ ഉള്ളിലൊക്കെ ആകെ ഒരു തീമുറുക്കം പോലെയൊക്കെ തോന്നി. ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ ചാവുന്നു. അതേപോലത്തെ ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ കുറച്ചു നേരം അവിടെ കണ്ണടച്ച് നിന്നു. ദൈവമേ, ഇതിനി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ എന്തൊട്ടാണാവോ സംഭവിക്കാൻ പോണ്, ഇനി വേറെ പള്ളി എങ്ങനത്തെ ആവുമെന്നും നമുക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് നോക്കി കണ്ണടച്ച് കുറച്ചു നേരം നിന്നു. അപ്പൊ ഈ പള്ളി, വലിയ പള്ളി ഇങ്ങനെ ചെറുതായി വരുന്നു എന്റെ മനസ്സിൽ. എല്ലാ ഭാഗങ്ങളും ചെറുതായി വരുന്നു. ആൾക്കാര് ഒന്നുമില്ല, ഈ പള്ളി മാത്രം ഇങ്ങനെ ചെറുതായി. എങ്ങനെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളത്? ഇതിന്റെ ഉള്ളില്, ആ പള്ളിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ. ഒരു വരാന്ത കണ്ടു, അതെങ്ങനെയാ പോണത്? അത് നേരെ ഈ സൈഡിൽ കൂടെയാണ് 2 വരാന്ത വരുന്നത്. ആദ്യം സിറ്റ് ഔട്ടിൽ കയറിയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും വരാന്തയുണ്ട്. പിന്നെ ഈ പള്ളിയുടെ മോഡലിന്ന് ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുരിശിന്റെ രൂപമാണ് ഈ പള്ളി. കൈ, കാല്, തല, ഹൃദയം, ശരീരം, കാല്, അങ്ങനെയൊക്കെ ശരിക്കും എല്ലാതും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാർട്സുകൾ കൂട്ടി വെച്ച് എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഈ പള്ളി. എന്തായാലും ഇനി ആ പഴയ പള്ളി കാണണമെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. എന്നാ പിന്നെ ആ പഴയ പള്ളി എങ്ങനെയാ നമുക്ക് ഫുൾ വർക്ക് കഴിഞ്ഞൊന്ന് കണ്ടാലോ? ദാ അങ്ങനെ വന്നു കഴിഞ്ഞാ അങ്ങോട്ടൊന്ന് നോക്കി, എന്താ അതിന്റെ ഒരു ഭംഗി നോക്കി. അടിപൊളിയാണ് കേട്ടോ. അതാ കണ്ട, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഭാഗങ്ങളൊക്കെ കണ്ട. ആ പള്ളിയുടെ ചുറ്റും എത്ര ഭംഗിയായിട്ടാ ചെയ്തേക്കണം നോക്കി. ഇതാ ഇവിടെ ഒരു കുരിശുണ്ട്. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നെ, അത് നോക്കിയ ജനലുകളൊക്കെ നോക്കി. ഇതൊക്കെ ഈർക്കിലി ഏകദേശം എത്ര ഈർക്കിലി എടുത്തിണ്ടാവും ചേട്ടത്? അത് പറയാൻ പറ്റില്ല, അത്ര അധികം ഈർക്കിലി ഉണ്ട്. ഓഹോ, നമ്മള് തീരില്ല. 10 വർഷം ചേട്ടത്തിന് വേണ്ടി അധ്വാനിച്ചു അല്ലേ? കണ്ട ഓരോ ജനൽ പീസുകള്, അതേപോലെ അതിന്റെ ഉള്ളിലുള്ള ഫിനിഷിങ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തേക്കണം. അതുപോലെ സീലിംഗ് ഒക്കെ അത്ര നന്നായിട്ട് ആള് ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ആ ജനല. ഇതാ കണ്ട, ഇതിലേ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ട കോണി ഇതിന്റെ ഉള്ളിലുണ്ട്. ഓ, ഇതിന്റെ മുകളില് ഇതൊക്കെ എന്താ ചേട്ടാ? ഇത് മണിമേടയാണ്. മണിമേട. ഇതില് 3 മണിയുണ്ട്. ഓ, ഇപ്പൊ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കില് ഒരു ഈശോനെ ചെയ്തിട്ടുണ്ട്. ഈശോയുണ്ട്. ഈശോയുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലും ഒരു ഈശോയുണ്ട്. അതിന്റെ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ട അതിങ്ങനെ വന്ന് ഇതാ നോക്കി. പിന്നെ ആ സൈഡില് നമ്മള് എവിടെ ഇതിന്റെ വലതുഭാഗത്ത് നമ്മള് ഒരു ബൈബിള്, 2 മെഴുകുതിരി, ഒരു കുരിശ്, ഇതൊക്കെ ഈ സൈഡില് അല്ലേ? ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് എന്റേതായ ഭാവനയിലുള്ള ആർട്ട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ ചേട്ടാ, ഞാൻ ഇതൊക്കെ എങ്ങനെ എന്തൊക്കെ ഇതിന് ഈർക്കിലി പിന്നെ പശ നല്ല മീൻസ് ഉണ്ടല്ലോ, അതെന്താ ചേട്ടാ? നമ്മള് പോളിഷ് അടിച്ചേക്കണതാ. പോളിഷ് ചെയ്തിട്ടുണ്ട്. ഈർക്കിളിനെ നമ്മള് ബലം കൊടുത്തും ഈർക്കിളി കേട് കൂടാണ്ടിരിക്കാനും വേണ്ടിട്ട് നമ്മൾ അത് ചെയ്ത. ഓ, അത് ശരി. ഒരു കാരണവശാലും ഇത് പോവില്ല.
ഇതിപ്പോ തല്ലി പൊളിച്ചാൽ മാത്രം അത് കേടാവും. ഇത് ഏകദേശം എത്ര ഫുള്ളായിട്ട് ചേട്ടത്തിന് വേണ്ടി വർക്ക് ചെയ്യാണോ? ഒരു 2-3 കൊല്ലം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇരുന്നു. അല്ലേ? പിന്നെ സാമ്പത്തികം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഞാൻ പുറത്ത് വർക്കിന് പോയി കുറച്ച് പൈസ ഒക്കെ സ്വരുക്കൂട്ടിയിട്ട് വീണ്ടും തുടങ്ങി. പിന്നെയും പണിക്ക് പോകുമ്പോ വീണ്ടും സമയം വൈകാണ്. അപ്പൊ എന്റെ അനുജനും എന്റെ സഹോദരിമാരും എന്നോട് പറഞ്ഞു, നീ ഇത് അവസാനിപ്പിക്കുക, ഇതിന് വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങൾ തരാം. അതെ, അങ്ങനെ അവരുടെ സാമ്പത്തിക സഹായം എനിക്കുള്ള ഭക്ഷണമൊക്കെ കൂടിയിട്ടാണ് എല്ലാം ചെയ്തു അല്ലേ? ചെയ്തു തന്നു. അങ്ങനെ പുതുക്കാട് പള്ളി, പണ്ടത്തെ പള്ളി കാണാത്തവർക്ക് എന്തായാലും ഒരു പക്ഷെ കണ്ടിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അറിയാൻ പറ്റൂല കേട്ടത് എങ്ങനെയാന്നുള്ളത്. തീർച്ചയായിട്ടും. ആഹാ, എന്താ നോക്കി ഇതിന്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് പറയാൻ പറ്റും ഏകദേശം? അത് എനിക്ക് അങ്ങനത്തെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നോക്കാൻ പറ്റി അറിയില്ല. എന്തായാലും അടിപൊളി ചേട്ടാ. പള്ളിയുടെ നീട്ടവും വീതിയൊക്കെ എത്ര ചേട്ടാ? നീളം ഒരു 1.5 മീറ്റർ നീളമുണ്ട്. പിന്നെ ഇതിന്റെ വീതി 1 മീറ്ററോളം ഉണ്ട്. പിന്നെ ഉയരം ഒരു 80-90 സെന്റിമീറ്ററിന്റെ അടുത്തുണ്ട് ഉണ്ട് അല്ലേ? ഇപ്പൊ ഇത്രയും പണിതതിന് ഏകദേശം എന്ത് ചെലവ് വന്നെന്ന് പറയാൻ പറ്റുമോ? അത് കുറേശ്ശെ ആയ കാരണം നമ്മൾ അത് കണക്ക് കൂട്ടി വെച്ചിട്ടില്ല. ഇല്ല അല്ലേ? ഇതിന്റെ ഒരു ഗ്യാരണ്ടി പീരീഡ് എന്ന് പറയാനായിട്ട് എങ്ങനെയാ? ഇത് കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ നശിക്കും, വല്ലതുകൊണ്ട് തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ നശിക്കും, അല്ലാണ്ട് ഇത് പോവില്ല അല്ലേ? അത്രയും ഈ പുതുക്കാട് പള്ളി സ്നേഹിക്കുന്നവരും പിന്നെ ഇഷ്ടപ്പെട്ടവർക്കും പിന്നെ അടുത്ത തലമുറകൾക്കും ഇനി കാണാനായിട്ട് തന്നെയാണ്. എന്റെ സുഹൃത്ത് ലീസനാണ് എന്നെ ഈ ചേട്ടന് പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും ഈർക്കിലി കൊണ്ടുള്ള പല വർക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ചേട്ടാ. ഇതേപോലെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഏകദേശം 10 വർഷത്തിലധികം ഇദ്ദേഹം ഇതിന്റെ പുറകെ തന്നെയാണ്. പിന്നെ ഇദ്ദേഹം ഒരു ഹിന്ദു കൂടിയാണ് കേട്ടോ, അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോട് കൂടി തന്നെയാണ് ഈ പെരുന്നാൾ വരുന്ന സമയത്ത് ഇതിന്റെ അലങ്കാരപ്പണികൾ, അതായത് ലൈറ്റ് ഇടാനൊക്കെ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറില്ലേ, അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെക്കാം. അതുപോലും ആൾ കണ്ടുപിടിച്ച് ചെയ്തു എന്നുള്ളത്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. എനിക്കും എന്തായാലും ചേട്ടൻ അധികം സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല അല്ലേ? അതല്ല, എന്താന്ന് വെച്ചാല് ടിവിയിലത്തെ പ്രോഗ്രാമുകള്, പേപ്പർ വായിക്കുക, അതൊന്നും 10 കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് മാത്രം ഈ ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ജനങ്ങളൊന്നും അറിയണം. ഇത്ര നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. ഇത്രയും ഒരു അധ്വാനത്തിന്റെ ഫലമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ഇത് ആർക്കെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും ചേട്ടാ? ദൈവം നിശ്ചയിക്കുന്ന പോലെ, ദൈവം എന്ത് പറയുന്നു അതനുസരിക്കും. അതെ, വേറെ എന്തായാലും ഞാൻ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. ഈ ചേട്ടനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുള്ളവർ സംസാരിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും കാണാൻ വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് വന്ന് കാണാം. ഈ സ്ഥലം പുതുക്കാടാണ് അല്ലേ ചേട്ടാ? പുതുക്കാട് തൃശ്ശൂർ ജില്ലയിൽ എവിടെ? തെക്കേത്തുറവൂർ എന്നൊരു സ്ഥലത്താണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു. വെൽക്കം.